ഹായ് ഹലോ, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. പരിപ്പൊരു 7 മണിക്കൂർ കുതിർത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് പരിപ്പ് നമ്മളൊന്ന് മാറ്റി വെക്കണം. ബാക്കി പരിപ്പും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കുതിർത്ത പരിപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കട്ട കായമാണ് അത് ഇതിൽ ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ അതിലേക്ക് ഫസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആക്ച്വലി ഇത് നമുക്ക് കറിവേപ്പില ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് അധികം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടി ചൂടായ ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാമുള്ളൂ, അല്ലെങ്കിൽ ഇത് കിടന്ന് നല്ലപോലെ എണ്ണ പിടിക്കും. അപ്പോൾ അത്രയും എണ്ണ നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും. അതുകൊണ്ട് എണ്ണ ധൃതിയൊന്നും വേണ്ട, എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ ഉരുളയെടുത്ത് ജസ്റ്റ് ഒന്ന് ബോളാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ആക്ച്വലി എനിക്കിത് ഷേപ്പൊന്നും കിട്ടുന്നില്ല. നല്ലപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ഷേപ്പിൽ നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുകയാണ്, കാരണം ഇതിൽ എത്ര എണ്ണം കൊള്ളുമെന്ന് അറിയത്തില്ല. കാരണം ചെറിയ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് ഒന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് രണ്ടെണ്ണമൊക്കെ ഇട്ട് നോക്കാം. ഇവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് പരിപ്പുവട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. എണ്ണയെല്ലാം ജസ്റ്റ് ഒന്ന് അതിൽ തന്നെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ടിഷ്യൂ പേപ്പറിലോ മറ്റോ മാറ്റി വെക്കാം. അത് നമുക്ക് ഇതുപോലുള്ള എല്ലാ സെറ്റും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആക്ച്വലി എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉഴുന്നുവടയും കാട്ടിയും വളരെ ഇഷ്ടം പരിപ്പുവടയാണ്. ആ പരിപ്പുവടയിലെ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി എല്ലാ സെറ്റും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് അടുത്ത സെറ്റും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി 2 or 3 വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം അല്ലാതെ പെട്ടെന്ന് ഇത് കുക്കാക്കി എടുക്കാൻ പറ്റത്തില്ല, കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം വലുതാണെങ്കിൽ നമുക്കൊരു 4-5 എണ്ണമൊക്കെ ഇട്ട് പരിപ്പുവട തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ലോ ഫ്ലെയിം ആണെങ്കിൽ ഇത് എണ്ണ നല്ലപോലെ കുടിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ നല്ല തിളച്ച എണ്ണയിൽ ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.